എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഡോണ്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്, എക്സ്പ്ലെയിൻ. നമ്മളിപ്പോൾ ഒരു കുടുംബത്തിന് നാഥനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു കൂട്ടായ്മയിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ആശയവിനിമയം നടത്തേണ്ടതായിട്ട് വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളൊരു മാറ്റം കൊണ്ടുവരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ അലട്ടുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട്, പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ജസ്റ്റ് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച്, പകുതിയിൽ കൂടുതൽ ആളുകൾക്കും ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. പിന്നെ നമ്മളൊരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളെ മുഷിപ്പിക്കേണ്ട എന്നുള്ള ആ ഒരു വിചാരത്തിൽ അവർ ഒരുപക്ഷെ കൈയടിച്ച് പാസ്സാക്കി വിടുമായിരിക്കും, അല്ലെങ്കിൽ അംഗീകരിച്ചതായിട്ട് ഒരുപക്ഷെ അവർ അഭിനയിക്കുന്നതായിരിക്കാം. പക്ഷെ ശരിക്കും നമ്മുടെ ആശയം എന്താണെന്നുള്ളത് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രസക്തി എന്താണ്, അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിനും നിങ്ങൾക്കും ഉണ്ടാകുന്ന നേട്ടം എന്താണ്, അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ്. അതൊരു ഒരല്പം ഫീലിങ്ങോട് കൂടി, ഒരു അല്പം എനർജിയോട് കൂടി പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പോയിന്റ്സ് വായിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാകും. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മാറ്റത്തിനെ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാളും ഉപരി കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവരതിനെ കാണുകയും ചെയ്യും. അപ്പം നമ്മുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതി